നമസ്കാരം. രാഹുലിനെ തെറിവിളിച്ച് തരൂർ പടിയിറങ്ങി. ഇനി കോൺഗ്രസിൽ തരൂരില്ലാത്ത കാലം. ഡൽഹിയിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്ന ശശി തരൂരിനെ അനുനയിപ്പിക്കുവാൻ വലിയ തീവ്ര ശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് നമുക്കറിയാമല്ലോ ഇവിടെ മഹാപഞ്ചായത്തിലെത്തിയ രാഹുൽ ഗാന്ധി കാണിച്ച വൃത്തികേട്. എല്ലാ ജിമാരെയും കുറിച്ച് പറഞ്ഞുവെങ്കിലും തരൂർ ജിയെ കുറിച്ച് വിശേഷണങ്ങളൊന്നും പറയാതെ അദ്ദേഹത്തെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാതെ പോയ വൃത്തികേടിന്, രാഹുൽ ഗാന്ധിയുടെ വൃത്തികേടിന് വളരെ കൃത്യമായ മറുപടി തന്നെയാണ് തരൂർ കൊടുക്കാൻ പോകുന്നത്. രാഹുലിനെ എന്നും സത്യത്തിൽ വിലവയ്ക്കേണ്ട ആവശ്യം തരൂരിനെ പോലൊരു നേതാവിന് ഇല്ല. കാരണം രാഹുൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിയുമോ? രാഹുൽ ഗാന്ധി എന്ത് നേട്ടമാണ് ചെയ്തത്? KC വേണുഗോപാലിനെ പോലൊരു മരവാഴയെ കൂട്ടുപിടിച്ച് കോൺഗ്രസിന്റെ എല്ലാ മേഖലകളിലുമുള്ള ആധിപത്യത്തെ ഇല്ലാതാക്കിയ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവ് തരൂരിനെ പോലുള്ളവരെ മറക്കുക എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ വിവിധ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായിട്ട് കോഴിക്കോട് എത്തിയ തരൂര് നേതാക്കളുടെ ഫോൺ പോലും ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധിയുടെ അവഗണന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് തരൂർ ഇതുമായിട്ടൊക്കെ വിട്ടു നിൽക്കുന്നത്. മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി വേദിയിൽ വെച്ച് അല്ലെങ്കിൽ വേദിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രസംഗിക്കണമെന്ന് രാഹുൽ എത്തിക്കഴിഞ്ഞാൽ ആർക്കും പ്രസംഗിക്കാൻ അവസരമില്ലെന്നും AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞിരുന്നു. അതനുസരിച്ച് ആദ്യം പ്രസംഗിച്ചു. പക്ഷെ രാഹുൽ വേദിയിലെത്തിയിട്ടും പിന്നെയും 5 പേർക്ക് കൂടി പ്രസംഗിക്കുവാൻ അവസരം കൊടുത്തു. രാഹുൽ എത്തും മുമ്പ് തന്നെ പ്രസംഗം തീർക്കുക എന്നതായിരുന്നു നേതാക്കളുടെ ലക്ഷ്യമെന്നാണ് ഇതിലൂടെ തരൂർ കരുതുന്നത്. താൻ വേദിയിലിരിക്കുന്നത് കണ്ടിട്ടും പ്രസംഗത്തിനിടെ ഒരിടത്ത് പോലും രാഹുൽ ഗാന്ധി തന്റെ പേര് പരാമർശിച്ചില്ല എന്നുള്ളതാണ്. ഇതാണ് സത്യത്തിൽ തരൂരിനെ കടുത്ത അതിർത്തിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ കഴിയുന്ന തരൂരിനെ രാവിലെ മുതൽ ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ അനുനയിപ്പിക്കുവാൻ വേണ്ടി വലിയ ശ്രമമൊക്കെ നടത്തിയെങ്കിലും ഫോൺ പോലും അദ്ദേഹം എടുത്തില്ല. തരൂരുമായിട്ട് അടുപ്പം പുലർത്തുന്ന MK രാഘവൻ MP വഴി നടത്തിയ ശ്രമങ്ങളും വിജയിച്ചില്ല. അതേസമയം യോഗത്തിനെത്തില്ലെന്ന് തരൂര് നേതൃത്വത്തെ അറിയിച്ചതായിട്ട് കൊടിക്കുന്ന് സുരേഷ് പറയുന്നുമുണ്ട്. കോഴിക്കോട്ടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ശേഷം തരൂർ കൊച്ചിയിലേക്ക് മടങ്ങും. ഈ മാസം ആദ്യം വയനാട്ടിൽ നടന്ന കോൺഗ്രസിന്റെ ക്യാമ്പിൽ നേതൃത്വമായിട്ടുള്ള അസ്വാരസ്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് മുഴുവൻ സമയം പങ്കെടുത്ത തരൂര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. കോൺഗ്രസ് നേതൃത്വമായിട്ട് തരൂർ വീണ്ടും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അണികൾക്കും ആവേശമുണ്ടായതാണ്. പക്ഷെ ഇപ്പോ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് വീണ്ടും തരൂർ അകലുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിനെ കാണേണ്ടത്. കാരണം രാഹുൽ ഗാന്ധിയുടെ സമീപകാലത്തെ ചില നിലപാടുകളിലും പാർട്ടി തീരുമാനങ്ങളിലും അതൃപ്തിയുള്ള തരൂര് ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന നിർണായകമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നിന്ന് അടക്കം വിട്ടു നിൽക്കും. അപ്പോൾ ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കോഴിക്കോട് എടുത്തുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അടുത്തിടെ നടത്തിയ ചില പ്രസ്താവനകളും പാർട്ടി പുനഃസംഘടനയിലെ അവഗണനയുമാണ് തരൂരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വയനാട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ തനിക്ക് അർഹമായ പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്നുള്ള തരൂരിന്റെ സൂചനകളുമൊക്കെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വിയോജിപ്പിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസിൽ അഴിച്ചുപണി വേണമെന്ന് ആവശ്യപ്പെട്ട് മുൻപ് രംഗത്തെത്തിയ G23 ഗ്രൂപ്പിലെ പ്രമുഖനായിരുന്ന തരൂര് ഹൈക്കമാൻഡുമായിട്ട് പലപ്പോഴും വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുവാറുള്ള നേതാവാണ്. സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ വിട്ടു നിൽക്കലിനും പിന്നിലെന്ന് നമ്മൾ കരുതപ്പെടുന്നു. അടുത്തിടെ കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെ വിയോജിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിൽ തരൂർ എഴുതിയ ലേഖനം വലിയ ചർച്ചയായിരുന്നു. മോദിയെ അനുകൂലിച്ചും കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ എതിർത്തും മുമ്പും തരൂർ പ്രതിസന്ധികൾ പലപ്പോഴും സൃഷ്ടിച്ചിട്ടുണ്ട്. നെഹ്റു കുടുംബത്തെ നേരിട്ട് ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തരൂരിന്റെ അഭിപ്രായങ്ങൾ വിവാദമായിരുന്നു. സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബ പേര് മാത്രമാകുകയാണ് എന്നും മണ്ഡലത്തിലെ ജനങ്ങളോട് ഇവർ ഫലപ്രദമായി ഇടപെടാറില്ലെന്നുമൊക്കെ വളരെ കൃത്യമായി കുടുംബാധിപത്യം ജനങ്ങളോട് അല്ലെങ്കിൽ കുടുംബാധിപത്യം പുലർത്തുന്നവർക്ക് പ്രകടനം മോശമായ ജനങ്ങളോട് കണക്ക് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളടക്കം ശശി തരൂർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ശശി തരൂർ പറഞ്ഞ പല കാര്യങ്ങളും വളരെ കൃത്യമായിരുന്നു. കുടുംബാധിപത്യത്തിനപ്പുറം കഴിവിനെ പരിഗണിക്കുന്ന ഒരു രീതി വരണമെന്നും കുടുംബാധിപത്യം അവസാനിപ്പിക്കുവാൻ നിയമപരമായിട്ട് പരിഷ്കരണം കൂടി വേണമെന്നും ഒക്കെ തരൂരിന്റെ ആവശ്യങ്ങൾ നിരനിരയായി നിൽക്കുകയായിരുന്നു. അതുമൊക്കെ ആരും മുഖവിലക്കെടുത്തിട്ടില്ല. അടിയന്തരാവസ്ഥക്കാലത്തെ ക്രൂരത വിവരിച്ചും വിമർശിച്ചും തരൂർ എഴുതിയ ലേഖനം കോൺഗ്രസിനെ ഉലയ്ക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിയ തരൂരിന്റെ നിലപാട് കോൺഗ്രസിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓപ്പറേഷൻ സിന്ദൂർ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കുവാനുള്ള സംഘത്തിൽ തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ സാഹചര്യം വരെ നമ്മൾ കണ്ടതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സ്വയം സ്ഥാനാർത്ഥിയായിട്ട് തരൂര് കോൺഗ്രസിനെ ഞെട്ടിച്ചതുമാണ്. അപ്പോൾ ഇന്ത്യയിലെ മാവോയിസ്റ്റ് ഭീഷണി
മോദി ഫലപ്രദമായിട്ട് നേരിട്ടുവെന്ന് പ്രോജക്ട് സിൻഡിക്കേറ്റിൽ തരൂർ ലേഖനം എഴുതിയത് അടക്കം വിവാദമായിരുന്നു. എന്നാൽ നേതൃത്വം എന്ത് ചെയ്തു? ഇതുവരെയും വിശദീകരണം തേടിയിട്ടില്ല തരൂരിൽ നിന്ന്. തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന നടപടി സ്വീകരിച്ചിട്ട് പോലും എന്തുകൊണ്ട് വിശദീകരണം തേടിയിട്ടില്ല എന്നാണ്. കോൺഗ്രസിനും ബി ജെ പിക്കും ഇടയിലെ പാലമാണ് തരൂർ എന്ന വിമർശനമടക്കം ഉയർന്നത്. ഇനിയും ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തോന്നൽ, അതായത് രാഹുൽ ഗാന്ധിയെ പോലൊരു മൊണ്ണയോട് ഏറ്റുമുട്ടുവാൻ തയ്യാറല്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള നയമാണ് തരൂർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തരൂർ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ മുഖത്തടിച്ച് പടിയിറങ്ങേണ്ട കാലഘട്ടമായി എന്ന് സ്വയം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി ഈ കോൺഗ്രസിൽ നിലനിൽക്കുന്നതിൽ കാര്യമില്ല എന്നും പകരം ബി ജെ പി ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ഇതൊന്നുമല്ലാതെ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള മേഖലയിലേക്കോ എഴുത്തുമായിട്ട് ചിന്തിച്ച് അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുവാനോ ഒക്കെ ആയിരിക്കും ഇനി ചിലപ്പോൾ ശശി തരൂർ ശ്രമിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വലിയ ശ്രമങ്ങളുണ്ടായിരുന്നു ഈ കേരളത്തിലടക്കം ഒരു മുഖ്യമന്ത്രി കസേരയിലേക്കോ അല്ലെങ്കിൽ അങ്ങ് കേന്ദ്രത്തിൽ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്കോ ഒക്കെ നടന്നെടുക്കണമെന്നുള്ള വലിയ മോഹങ്ങളുമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെട്ട നേതാവാണ് ശശി തരൂർ. ശശി തരൂരിന്റെ പല നിലപാടുകളും പലപ്പോഴും വിയോജിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ പല വീഡിയോകളിലും ശശി തരൂരിനോട് ആഞ്ഞടിച്ചിട്ടുമുണ്ട്. ആ തരത്തിലുള്ള വിയോജിപ്പുകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇപ്പോഴത്തെ ഈ നിലപാട് വളരെ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസിനോട് ഇങ്ങനെ മുട്ടിയൊരുമി നിൽക്കേണ്ട കാര്യമൊന്നും ശശി തരൂരിനെ പോലൊരു മഹാനായ വ്യക്തിക്കില്ല. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുടെ ഒരു സിമ്പതിയുടെയും ആവശ്യമില്ല. രാഹുൽ ഗാന്ധിക്ക് എന്ത് മേന്മയുണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് മേന്മയാണ് പറയാനുള്ളത് രാഹുൽ ഗാന്ധിക്ക്? അങ്ങനെയുള്ള ഒരാളോട് യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് ശശി തരൂരിനെ പോലുള്ള വിവരമുള്ള നേതാക്കൾക്ക് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് നല്ലത് എന്നുള്ളത്. നിങ്ങൾക്ക് മാറിപ്പോകാം. ഇതുപോലെ ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കളുടെ മുൻപിൽ തല കുനിഞ്ഞും തല ചൊറിഞ്ഞും നിൽക്കേണ്ട ആവശ്യം താങ്കൾക്കില്ല. താങ്കൾക്ക് മടങ്ങാം. താങ്കൾ കോൺഗ്രസ്സുകാരനല്ലാതെ ജീവിക്കാം. ഇതുപോലുള്ള മുങ്ങിത്താണ് പോകുന്ന കപ്പലിലെ കപ്പിത്താനാണ് രാഹുൽ ഗാന്ധി. അയാളോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് തരൂരിന് സ്വന്തം സ്ഥാനവും സ്വന്തം വ്യക്തിത്വവും നിലനിർത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ സ്വീകരിക്കാൻ പോകുന്നത്. വരും ദിനങ്ങളിൽ അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് ശശി തരൂർ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ ഒരിക്കലും ശശി തരൂർ തയ്യാറാകില്ല. അത് ഈ അർഹതപ്പെട്ടവർക്ക് മാത്രമല്ലേ അർഹതപ്പെട്ടവരെ മാത്രമല്ലേ അഭിനന്ദിക്കാൻ കഴിയൂ എന്ന് പറയുന്ന പോലെ അർഹതയില്ലാത്ത രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് ശശി തരൂർ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലൊരാളെ തന്റെ നേതാവായി അംഗീകരിക്കുവാൻ ഒരിക്കലും ശശി തരൂർ തയ്യാറാകില്ല. അദ്ദേഹം പടിയിറങ്ങും ഈ കോൺഗ്രസിൽ നിന്ന്.